ചാനൽ നടത്താൻ ആവശ്യമായ സെക്യൂരിറ്റി ക്ലിയറൻസ് പോലും ഏറെ നാളായി ഇല്ലാത്ത റിപ്പോർട്ടർ ചാനലിന് പിന്നിൽ CPMന്റെ പണമാണെന്ന് 2020 കോർഡിനേറ്റർ സാബു എം ജേക്കബ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചു. എന്നാൽ CPM പിന്തുണയുള്ള ചാനലിനെതിരെ എന്തുകൊണ്ട് കേന്ദ്രം ഇതുവരെ നടപടി എടുത്തില്ല എന്ന ചോദ്യത്തിന് NDA നേതാവ് കൂടിയായ സാബുവിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഫലത്തിൽ BJP CPM ഡീലിന് അനുകൂലമായ വാദമായി മാറി സാബുവിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ഈ ചാനൽ നടത്തിപ്പിന് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെ 2 വർഷക്കാലമായി ഈ ചാനൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ ദുരൂഹതയുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ ഇവിടുത്തെ CPM ആണ്. കാരണം CPMന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ടാണ് കഴിഞ്ഞ 2 വർഷം ഈ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചത്. ചാനലിന് മുടക്കുന്ന പണത്തിന്റെ സ്രോതസ്സിനെ കുറിച്ച് അന്വേഷണം വേണം. നികേഷ് കുമാറിന്റെ കമ്പനി അനധികൃതമായിട്ടാണ് റിപ്പോർട്ടർ ചാനലിന്റെ ലൈസൻസും നടത്തിപ്പും പുതിയ ഉടമസ്ഥർക്ക് കൈമാറിയതെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു. ഈ കൈമാറ്റം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചില്ലത്രേ. ഇതോടെയാണ് നികേഷിന്റെയും കമ്പനിയുടെ മറ്റൊരു ഡയറക്ടറായ ഭാര്യയുടെയും സെക്യൂരിറ്റി ക്ലിയറൻസ് കേന്ദ്രം പിൻവലിച്ചത്. കേന്ദ്ര നടപടിയോടെ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട ആർക്കും ചാനൽ നടത്താൻ നിയമപരമായി അനുമതിയില്ലെന്ന സ്ഥിതിയാണെന്നും സാബു എം ജേക്കബ് പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇതുവരെ കേന്ദ്രം ചാനൽ പൂട്ടിയില്ല എന്ന ചോദ്യത്തിന് NDA നേതാവിന്റെ മറുപടി ഇങ്ങനെ: ആ ചോദ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തോടാണ് ചോദിക്കേണ്ടത്. ഞാൻ അതിന് ഉത്തരം പറയാൻ സാധിക്കില്ല. അത് തന്നെയാണ് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. NDA നേതാവ് തന്നെ ആരോപിക്കുന്നത് റിപ്പോർട്ടറിന് പിന്നിൽ CPM ആണെന്നാണ്. എന്നാൽ ചാനൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടും കേന്ദ്രത്തിലെ BJP സർക്കാർ നടപടിയെടുക്കുന്നുമില്ല. NDA നേതാവായിട്ടും സാബുവിന് പോലും നടപടി ആവശ്യപ്പെട്ട് കോടതിയിൽ പോകേണ്ടിയും വന്നു. ഫലത്തിൽ NDA നേതാവ് തന്നെ BJP CPM ഡീലുണ്ടെന്ന് പരോക്ഷമായി പറയുകയാണ്. മീഡിയ 1 കൊച്ചി.